ഇസ്രായേലിയർ അവരെല്ലാവരും ക്ഷമൻ്റെയും യക്കീനിൻ്റെയും ആളുകളായിരുന്നില്ല. ഇസ്രായേലിയരിൽ വലിയൊരു വിഭാഗം ക്ഷമൻ്റെയും അതേപോലെ യക്കീനിൻ്റെയും ആളുകളൊക്കെ അള്ളാഹു എന്തായിട്ടുണ്ട്, അവരെ ഇമാമന്മാരായിട്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ ഇസ്രായേലിയരും അങ്ങനെയല്ല. പിന്നെയോ അവരധികവും അഭിപ്രായ വ്യത്യാസത്തിലാകുകയാണ് ചെയ്തത്. നബിമാരോട് അഭിപ്രായ വ്യത്യാസം, വേദഗ്രന്ഥത്തോട് അഭിപ്രായ വ്യത്യാസം, അതായിരുന്നു ഇസ്രായേലിയരുടെ പ്രത്യേകത. അപ്പോൾ ആ വിഷയത്തിൽ അള്ളാഹു പറയാണ്, ഇന്ന റബ്ബക്, തീർച്ചയായും നിൻ്റെ റബ്ബ്, ഹുവ, നിൻ്റെ റബ്ബ് അവൻ, യഫ്സിലു ബൈനഹും, അവർക്കിടയിൽ, യഫ്സിലു എന്ന് പറഞ്ഞാൽ തീർപ്പ് കൽപ്പിക്കും, ഫസൽ തീർപ്പ് കൽപ്പിക്കുക, യഫ്സിലു ബൈനഹും അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും എന്ന്. യഫ്സിലു ബൈനഹും എന്ന് പറഞ്ഞാൽ യഹ്കുമു ബൈനഹും എന്നർത്ഥം. അവർക്കിടയിൽ ഹുക്കുമ് കൽപ്പിക്കും, വിധി കൽപ്പിക്കും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, യൗമൽ ഖിയാമ അന്ത്യനാളിൽ. ഏത് വിഷയത്തിൽ? ഫീമ കാനു ഫീഹി യഖ്തലിഫൂൻ. ഫീമ യാതൊരു വിഷയത്തിൽ, എന്നുള്ളത് മൗസൂല, ഫീമ യാതൊരു വിഷയത്തിൽ, കാനു അവർ ആയിരുന്നു, ഫീഹി ആ വിഷയത്തിൽ, ഈ ഹി എന്നുള്ള ദമീർ മായിലേക്ക് മടങ്ങും. ഫീമ യാതൊരു വിഷയത്തിൽ, കാനു അവർ ആയിരുന്നു, ഫീഹി ആ വിഷയത്തിൽ, യഖ്തലിഫൂൻ അഭിപ്രായ വ്യത്യാസത്തിൽ ആയിരുന്നു. ഇഖ്തലഫ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസത്തിലായി, യഖ്തലിഫു അഭിപ്രായ വ്യത്യാസത്തിലാകും, യഖ്തലിഫൂൻ അവർ അഭിപ്രായ വ്യത്യാസത്തിലാകുന്നു, ആയിരുന്നു, അവർ അഭിപ്രായ വ്യത്യാസത്തിലാകും അല്ലെങ്കിൽ ആയിരുന്നു. അപ്പം കാനു ഫിഹി യഖ്തലിഫൂൻ അവർ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്ന, ഫിമ യാതൊന്നിൽ, യാതൊരു വിഷയത്തിൽ, അന്ത്യനാളിൽ അവർക്കിടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കും.